ഹത്താ സിറുത്തു ഖുതുബാ ദറസ്തുൽ ഇൽമ ഹത്താ സിറുത്തു ഖുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. ഞാൻ ഇൽമങ്ങനെ പഠിച്ച് പഠിക്കുന്ന ഇൽമങ്ങനെ അമല് ചെയ്ത് ഹത്താ സിറുത്തു ഖുതുബൻ, ഞാൻ ഖുതുബായി തീർന്നു. ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഇൽമ് ഞാൻ നന്നായി പഠിച്ചു. എൻ്റെ ചെറുപ്പക്കാരോട്, ഉപ്പമാരോട്, ഉമ്മമാരോടും ഒക്കെ ഞാൻ പറയട്ടെ, ഇൽമ് നമ്മുടെ സമൂഹത്തിന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദീനിയായ ഇൽമ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപകടമാണ് കേട്ടോ. നല്ല പള്ളിയുണ്ട് നമ്മുടെ നാട്ടില്, പക്വതയുള്ള നല്ല ഉസ്താദുമാരുമുണ്ട്. ഏതെങ്കിലും ഒരു സമയം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവനും, മറ്റേതെങ്കിലും ഒരു സമയം ഉപയോഗപ്പെടുത്തിയിട്ട് ഉപ്പമാര് മുഴുവനും, വേറൊരു സമയം ഉപയോഗപ്പെടുത്തിയിട്ട് ഉമ്മമാര് മുഴുവനും ഇൽമ് പഠിക്കുന്നതിൽ ജാഗരൂകരാകണം. നേർക്ക് നേരെ പറഞ്ഞാൽ അറിയേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല. ഒരാളെ കൂടെ കൊണ്ടുപോയാൽ എത്ര പെട്ടെന്ന് മനസ്സിലാകുന്നറിയോ അയാൾക്ക് എന്തറിയും എന്തറിയൂലാന്ന്. ഒരു ദിവസം നിങ്ങളെ കൂട്ടത്തിൽ ചെറുപ്പക്കാരനെ കൊണ്ടുപോയാൽ മതി, അറിയും അയാൾക്ക് എന്തറിയും എന്തറിയൂല. അയാൾ ഉളു ഉണ്ടാക്കുന്നതും നിസ്കരിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ഒന്ന് വാച്ച് ചെയ്താൽ മതി, എത്രമാത്രമുണ്ട് അയാൾക്കുള്ള ഇൽമ് എന്ന് പെട്ടെന്ന് നടക്കാൻ കഴിയും. അപ്പൊ മനസ്സിലാകും ഇയാൾ ഒരു ജാഹിലാണ്, അല്ലെങ്കിൽ പടുജാഹിലാണ്. നല്ല ഇൽമ് വേണം സഹോദരങ്ങളെ. ഇൽമിന്റെ കുറവ് കൊണ്ട് നമ്മളെ അമലൊക്കെ ബാത്തിലായി പോകും. ഇൽമ് കുറഞ്ഞുകൂടാ. വലിയ ഇൽമ് പഠിക്കേണ്ട ഒരു ലോകമാണ്. നിസ്കാരത്തെ സംബന്ധിച്ചുള്ള ഇൽമ് എത്രമാത്രം പഠിക്കാനുണ്ട്. ധാരാളം ഇൽമ് പഠിക്കാനില്ലേ നിസ്കാരത്തെ സംബന്ധിച്ച്. ആ നിസ്കാരത്തിൽ നമ്മൾ അശ്രദ്ധരായി ഇൽമിന്റെ കുറവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ നിസ്കാരമാകുമോ? രക്ഷപ്പെട്ട് കിട്ടുമോ? നിസ്കാരത്തിൽ നിങ്ങൾ നോക്ക്, ശ്രദ്ധിക്കേണ്ട ഏതെല്ലാം വിഷയങ്ങളുണ്ട്. ഫാത്തിഹ സൂറത്തിലുള്ള ശബ്ദകൾ 14 ഒരാൾ മൊഴിഞ്ഞുച്ചരിക്കണം. ഫാത്തിഹ സൂറത്തിലെ 14 ശബ്ദകളിൽ ഒരു ശബ്ദ പോയാൽ സംഗതി പ്രശ്നമാണ്. അതേ രൂപത്തിൽ തന്നെ അഖല്ലു തശഹുദിലെ ശബ്ദം പോകാൻ പാടില്ല. അഖല്ലു തശഹുദ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ അത്തഹിയാത്ത്. അത്തഹിയാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് അഖല്ലു തശഹുദ്. ഇതിന്നൊരു അർഫ് പോകാൻ പാടില്ല. ഒരൊറ്റ അക്ഷരം കൊഴിഞ്ഞു പോകാൻ പാടില്ല. പോയാ പോയി. ഇമാമിങ്ങൾ അവിടെ മസ്അല പഠിപ്പിച്ചു. ഒരാളിങ്ങനെ അത്തഹിയ്യാത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നിടത്ത് ആ തൻവീന് വെളിവാക്കി മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പോയി? ഒരു ശബ്ദ പോയി, നിസ്കാരവും പോയി. എത്ര പെട്ടെന്നാ പോയത്. നിസ്കാരമൊക്കെ ശരിയായി കിട്ടണമെങ്കിൽ വലിയ പാടല്ലേ? വലിയ പാടാ. ഹജ്ജിനെ പറ്റിയും നോമ്പിനെ പറ്റിയും ഒന്നും പറയാത്ത ഒരു ഭാഷയാണ് നിസ്കാരത്തെ പറ്റി അള്ളാഹു പറഞ്ഞത്. എന്ത്? വഇന്നഹാ ലകബീറ ഇല്ലാ അലൽ ഖാശിഈൻ. വഇന്നഹാ ലകബീറ, നിസ്കാരം വലിയൊരു സംഗതിയാണ്. തോന്നിയിട്ടില്ലേ? കയ്യങ്ങനെ കെട്ടിയിട്ട് എല്ലാവരും നിൽക്കുന്ന നൃത്തം നിന്ന്, എല്ലാവരും ഇരിക്കും പോലെ ഇരുന്ന്, എല്ലാവരും വീട്ടും പോലെ തല തിരിച്ചാൽ മതി. ഒന്നും സംസാരിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാളെ നിസ്കാരമൊക്കെ ക്ലിയറാണ് അല്ലേ? അയാൾ സംസാരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ അത്തയ്യാത്ത് തോന്നണോ? ഓരോ കതറിലും നിൽക്കുക ഇരിക്കുക, അതല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മിണ്ടാൻ കഴിയൂല. മിണ്ടാൻ കഴിയാത്ത ഒരാളെ നിസ്കാരം എത്ര ക്ലിയറാ? അയാൾക്ക് ആകെ ചെയ്യേണ്ടി മാനസികമായിട്ടൊരു നിയ്യത്ത് ഉണ്ടാകണം. ശരിക്കാൻ കഴിയില്ലല്ലോ. ഒരു നിയ്യത്ത് വന്ന് തക്ബീർ ചൊല്ലാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ആംഗ്യം ചെയ്ത് ഫാത്തിഹന്റെ ഖദർ നിൽക്കുക, അത്തഹിയാത്തിന്റെ ഖദർ ഇരിക്കുക, ഓരോന്നിനും അതിന്റെ ഖദർ അനുസരിച്ച് തുമനീനത്ത് ചെയ്യുക. നിസ്കാരം ശരിയായി. ഒന്നും ഒരുവിടാൻ കഴിയില്ലല്ലോ. നേർക്ക് നേരെ സംസാരിക്കാൻ കഴിവും ശേഷിയും തന്ന നമ്മളാ കുടുങ്ങുക.
സംസാരിക്കേണ്ടതുപോലെ ചൊല്ലേണ്ടതുപോലെ ആയിട്ടില്ലെങ്കിൽ അത് പ്രശ്ന. നിസ്കാരം വലിയ സംഗതിയാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തിപൂർവം നിർവഹിക്കുന്ന ആളുകൾക്കൊഴികെ. ഭക്തന്മാർക്ക് കാര്യമായി നിസ്കാരം ശരിയാകണമോ എന്നുണ്ടെങ്കിൽ നിസ്കാരത്തെപ്പറ്റി നല്ല പാഠം അവർ പഠിക്കും. നിസ്കാരത്തെപ്പറ്റി വീണ്ടും വീണ്ടും ഇൽമ അവരിങ്ങനെ അന്വേഷിക്കും. നിസ്കാരത്തിൽ വല്ല കുറവും ഉണ്ടോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കും. ഏതെങ്കിലും ഒരു കുറവിന്റെ വിഷയം അവർ അറിഞ്ഞാൽ ഉടനെ അവർ തിരുത്തും. കാരണം നിസ്കാരം ക്ലിയർ ആകണം എന്നൊരു ധാരണ അവർക്കുണ്ട്, ചിന്തയുണ്ട്. ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തിയുള്ളവരല്ലേ, അവർക്ക് നല്ല ഇൽമു വേണം. എന്റെ നിസ്കാരം തെറ്റിക്കൂടാ, എന്റെ ഓത്ത് തെറ്റിക്കൂടാ, എന്റെ അത്തഹിയ്യാത്ത് മാറിക്കൂടാ, എന്റെ തസ്ബീഹും എന്റെ ദിക്റും ഒന്നും പിഴവാഴിക്കൂടാ, ഒരൊറ്റ അക്ഷരം പോലും അതിന്റെ മഖ്റജ് തെറ്റിക്കൂടാ എന്ന നിലക്ക് ചിന്തിച്ചുകൊണ്ട് നല്ലോണം അവർ പഠിക്കും. ഇൽമു നല്ലോണം ആർജിക്കും. ഇൽമുണ്ടെങ്കിലാണ് സഹോദരങ്ങളെ ആ ഖുശൂഅ് വരിക. ഇൽമു നല്ലോണം വേണം, അപ്പോഴേ ആ ഭക്തി വരൂ. ഭക്തി എന്ന് പറഞ്ഞാൽ നിന്നിട്ട് തായോട്ട് ഇങ്ങനെ നോക്കുക എന്നുള്ളതല്ല ഭക്തി. പിന്നെയോ ഭക്തിയുടെ കേന്ദ്രം ഇൽമാണ്. ഇൽമു നല്ലോണം ആർജിക്കുമ്പോഴാണ് ആ തരത്തിലുള്ള ഭക്തിയും സൂക്ഷ്മതയും ലഭിക്കുന്നത്. അങ്ങനെയാകുമ്പോ അവരെ നിസ്കാരം, ഒരു ചെറിയ നിസ്കാരം അവർ നിസ്കരിച്ചാലും അതിന് നല്ല ഭംഗിയാണ്. സുബ്ഹാനല്ലാഹ്. ഫാത്തിഹ ഓതുന്നതും അത്തഹിയ്യാത്ത് ചൊല്ലുന്നതൊക്കെ കേൾക്കുമ്പോ എന്തൊരു ബേജാറാണ്. പക്ഷേ നമ്മളെ മനസ്സിലെന്താ ഉള്ളത് എന്നറിയോ? ഞാനതൊക്കെ ചൊല്ലിയിട്ടുണ്ടല്ലോ എന്നാണ്. അത് ശരിയായി ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ജവാബ് പറയാൻ കഴിയൂല. നീ ഒന്ന് ചൊല്ല് എന്ന് പറഞ്ഞാൽ ചൊല്ലാനും നമുക്ക് മടിയാണ്. എന്തേ കാരണം? ചൊല്ലുന്നൊക്കെ തെറ്റായി പോയാലോ എന്നുള്ള പേടി. സഹോദര, പേടി വേണ്ട, തിരുത്തണം. കാരണം എന്താണെന്നറിയോ? പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നമുക്ക് തന്നു. നമ്മുടെ പൂർവികരായ കുറെ ആളുകൾ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടിരുന്നു. അവർക്ക് ചില്ലറ കാര്യങ്ങളെ പഠിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അന്നത്തെ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള സിലബസും അതുപോലെയുള്ള സംവിധാനങ്ങളുമൊക്കെ വളരെ കുറവായിരുന്നു. ചുരുക്കം ചില അറിവുകൾ മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ഉപ്പാപ്പമാരൊക്കെ കൂട്ടി നോക്കിക്കോളൂ, അവർക്ക് അത്രയേ കിട്ടിയിരുന്നുള്ളൂ. ആ കിട്ടിയിരുന്നതിനനുസരിച്ച് അവർ ഭദ്രമായി കാര്യങ്ങളൊക്കെ ചെയ്തു. അതേ സമയത്ത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന യുഗം സർവ സംവിധാനങ്ങളുമുള്ള യുഗമാണ്. പഠിക്കാൻ ഏത് സൗകര്യം വേണോ എല്ലാ സൗകര്യങ്ങളും നിന്റെ മുന്നിലുണ്ട്, അള്ളാഹു തന്നിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളാണല്ലോ അതിൻ്റെ അർഹര്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ് നല്ലോണം സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവർ തികഞ്ഞൊരു ആലിമാണ്. എല്ലാ ഫന്നുകളും പഠിച്ച വലിയൊരു ആലിമാണ്. ആ ഇൽമനുസരിച്ച് അമല് ചെയ്ത നല്ലൊരു ആലിമാണ്. മഹാനവർകൾ ഇൽമു പഠിക്കുന്ന ഘട്ടത്തിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അത് സൂക്ഷ്മതയുടെ വലിയൊരു അടയാളമാണ്. എത്ര സുന്നത്തുകളാണോ ഇന്ന് ഉളൂഇനെ പറ്റി പഠിച്ച പാഠത്തിലുള്ളത്, ഇന്നു മുതൽ പ്രാക്ടിക്കലാക്കി തുടങ്ങി. കുളിയെപ്പറ്റി പഠിച്ച സുന്നത്തിൽ എത്ര സുന്നത്തുകളാണോ ഉള്ളത്, ആ സുന്നത്തുകൾ മുഴുവനും പാലിച്ച് കുളിച്ചു കഴിഞ്ഞു. എത്ര സുന്നത്തുകളാണോ ഭക്ഷണം കഴിക്കുന്നതിന് പഠിപ്പിക്കപ്പെട്ടത്, ഓരോ സുന്നത്തും പ്രാക്ടിക്കലായി നിലനിർത്തിപ്പോയി. അങ്ങനെയാകുമ്പോ ഇൽമിന് തിളക്കമേറുകയാണ്. മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം. അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അങ്ങ് പ്രാവർത്തികമാക്കിയിട്ട് എപ്പോഴും അത് കൊണ്ട് നടന്നാൽ അറിയാത്ത കാര്യങ്ങൾ അള്ളാഹു പകർന്നു തരുന്നു, പഠിപ്പിച്ചു തരുന്നു. എങ്ങനെ പഠിപ്പിച്ചു തരുന്നു? പലരുടെയും ഇൽമു നമുക്ക് പകർന്നു കിട്ടുന്നു. അല്ലെങ്കിലോ സഹോദരങ്ങളെ, ലദുന്നിയായ നിലക്ക് അല്ലാഹു തആല ഇൽമു കൊടുക്കുന്നതിനൊരു മാർഗം കൂടിയാണ്. പഠിച്ച കാര്യങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, വിടാതെ തന്നെ കൊണ്ടു നടക്കാനുള്ള സ്വഭാവം സ്വീകരിക്കുക. ഇൽമ നല്ലോണം ആർജിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇൽമാണ് ലോകത്ത് ബാക്കി നിൽക്കുന്ന വലിയൊരു സമ്പത്ത്. ഇൽമിനെ പോലെ ബാക്കി നിൽക്കുന്ന സമ്പത്ത് എന്താ ഉള്ളത്?